ഇടയത്താഴം, ഇടയത്താഴം. അറിയില്ല കേട്ടോ. ഈ വേർഡ് തന്നെയാണോ എല്ലാരും യൂസ് ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. നോമ്പെടുത്ത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മള് വെളുപ്പിനെ കഴിക്കുന്ന അത്താഴം. അത്രേ ഉള്ളൂ. ഈ അത്താഴം കഴിക്കാൻ എണീക്കുന്നതിന് സുഹൂറെന്നും പറയലുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു 3:30 ഒക്കെ ആവുന്നതിന് മുന്നേ എണീറ്റായിരുന്നേ. ടൈം എല്ലാ ദിവസവും ചിലപ്പം വേരി ചെയ്യാറുണ്ട് ബാങ്ക് വിളിക്കുന്നതിന്റെ അനുസരിച്ചിട്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഇച്ചിരി ഏറെ കറികളുണ്ടായിരുന്നേ. അപ്പൊ ഈ കറികളെല്ലാം ഞാന് തലേദിവസം രാത്രി നോമ്പ് തുറന്നിട്ട് ചെയ്ത് വെച്ചിട്ടാണ് കിടക്കല്. പിന്നെ മീൻകറിയും ചിക്കൻ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെളുപ്പിനെ എണ്ണീറ്റിട്ട് ചൂടാക്കിയെടുക്കും. എല്ലാ ദിവസവും അപ്പൊ ഈ ഇത്രയും കറികൾ ഉണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ചില ദിവസങ്ങളിൽ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടാവും. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മീൻകറി 2 ദിവസത്തേക്ക് വെച്ച് വെച്ചേക്കും. അങ്ങനെയൊക്കെ. നമുക്ക് രണ്ടുപേർക്കും ചോറ് നിർബന്ധമായിരുന്നു കേട്ടോ. നാട്ടിലുള്ള ശീലമായതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും വെളുപ്പിനെ ചോറായിരുന്നു കഴിക്കല്. പക്ഷേ ഈ ഒരു നോമ്പ് പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചോറൊന്ന് മാറ്റി പിടിച്ചായിരുന്നേ. ഞങ്ങൾക്ക് വെളുപ്പിനെയാണ് ഡ്യൂട്ടി. അപ്പം ഈ അത്താഴം കഴിച്ചിട്ട് ഡയറക്റ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത് കൊണ്ട് ഈ തികട്ടി വരുന്ന പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ ചോറൊന്ന് മാറ്റി പിടിച്ചായിരുന്നേ. അപ്പൊ മാറ്റി പിടിച്ച ഡിഷ് ഏതാണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാവേ. ഞങ്ങൾ ഇടയത്താഴത്തിന് എണീക്കുമ്പോ സുണ്ടൻ ഉറക്കമായിരിക്കും. ചില ദിവസങ്ങളിൽ അനക്കമൊക്കെ കേട്ട് എണീറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പൊ അത്താഴമൊക്കെ കഴിഞ്ഞ് അബ്ബ ഡ്യൂട്ടിക്ക് പോയി. ഇനി ഞാനും ഹെസും കൂടെ കിടന്നുറങ്ങാൻ പോവാം. ഇനി അടുത്ത ഇഫ്താർ വിശേഷമായിട്ട് കാണാവേ.